മച്ചാമാരെ അപ്പൊ നമ്മള് വീണ്ടും മരടിക്ക് എത്തിയാണ്. മരടിക്ക് എത്തിയിട്ട് കുറച്ച് ദിവസമായി. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഒരാഴ്ചത്തോളമായി. ഞങ്ങള് എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ മഴ തന്നെയാണ്. ഇവിടെ വന്ന ഫുള്ള് മഴയാണ്. ഞങ്ങളൊരു ഭാഗ്യത്തിന് എപ്പോഴും മഴയാണ്. മഴേൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അടിയിലേക്ക് നോക്കി ഇതാണ് ഞങ്ങൾ ഞാൻ മറ്റേ കൃഷിഭവനിലെ കുറച്ച് അന്വേഷിച്ചിട്ടുണ്ട്. കുറച്ച് കൃഷി നെല്ലുവിത്ത് ഇട്ടു വന്നു. പോണേൻ്റെ ഇടയ്ക്ക് വേണം ഇത് കുറച്ച് വിതറിയിട്ട് പോവാൻ. അത്ര കോലത്തിലാണ് ഇവിടെ കിടക്കുന്നത്. നമ്മൾ തമാശക്കാണ് പറയുകയാണെങ്കിൽ പോലും ഇത് നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എല്ലാവർക്കും ചവിട്ടിയിട്ട് എല്ലാ കാലിനും ആൾക്കാർക്കൊക്കെ ഇതാണ് നമ്മൾ പ്ലിന്ത് അടിക്കാൻ തുടങ്ങിയിരുന്നു. പ്ലിന്ത് ഇപ്പോൾ 2-3 ദിവസമായി തുടങ്ങിയാൽ പറ്റില്ല. ആദ്യം സൂചിപ്പിച്ച് 2-4 ദിവസമായി തുടങ്ങിയത്. നമ്മൾ പ്ലിന്ത് ഒരു ചുറ്റുപുറം ആദ്യം നമ്മൾ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ആദ്യം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ പുറം ഭാഗത്ത് അളവ് തെറ്റണ്ട വിചാരിച്ചിട്ട് ഈ മഴ ഇതൊക്കെ അല്ലേ, പിന്നെ പുറത്തുനിന്ന് തന്നെ ശല്യങ്ങളൊന്നും വേണ്ട, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ വെള്ളിയിൽ നിന്ന് കൊണ്ടിരിക്കും നമ്മൾ ചെക്കന്മാരുണ്ട്. പോരാത്തൊരു എല്ലാ ദിവസവും മഴ. ഇന്നാണ് ഭയങ്കര വെയിൽ. വെയിലിച്ചാലും പോലെ നല്ല വെയിൽ നല്ലതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുമ്പോൾ പിടിക്കാൻ പറ്റില്ല ഈ സാധനം. വയനാട്ടിലെ കമ്പിയൊക്കെ നിങ്ങൾക്ക് പ്രഷർക്ക് അറിയാലോ, ഒന്ന് പിടിച്ച് അങ്ങോട്ട് വലിക്കണം ഇങ്ങോട്ട് വലിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അതിപ്പോൾ ചൂടായിട്ടിപ്പോൾ അതും വലിയ പ്രശ്നമാണ്. നോക്കിയിട്ട് പറഞ്ഞിട്ട് പറയുന്നത് നമ്മളെ വെൽഡറൊക്കെയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. വെൽഡ് ചെയ്യുമ്പോൾ നല്ല ചൂടാണെങ്കിൽ ഈ ചൂടും കൂടി ആകുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നത്. കണ്ടാ ഓരോ കാൽമൊക്കെ നോക്കി ഇതാണ് കോലം. ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ പഴങ്ങാൻ പാടില്ല. ഈ കോലത്തിലൊക്കെ ഇട്ട് ചളിയിൽ പോകണം. ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ പ്രശ്നമാണ്. എറണാകുളം ജില്ലയിൽ മൊത്തത്തിൽ എങ്ങനെയാണോന്ന് അറിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചളി കാരണം. അതുകൊണ്ട് ഇനിയിപ്പോൾ ആദ്യത്തിന് രണ്ടാമത് ഇത് കോൺക്രീറ്റിന് മുമ്പ് ഇതൊക്കെ മൊത്തത്തിലത് വൃത്തിയാക്കുകയാണ്. കാരണം ഇതൊക്കെ മണ്ണായിരുന്നു. നമുക്കൊരു ഭാഗമല്ല മണ്ണ് പെടരുതെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ ചളിയിൽ കാല് വെക്കുമ്പോൾ ഈ വെള്ളത്തിലൊക്കെ വെറുതെ നമ്മളിങ്ങനെ കാല് വെക്കുമ്പോൾ വെള്ളം വരും. ഈ ചളി തൊട്ട് നേരെ തുണിക്കാവും. ഇതൊക്കെ ആദ്യം ഒന്ന് ഒരു 2000 ലിറ്റർ മോട്ടർ വെള്ളം അടിച്ചിട്ട് കഴുകേണ്ടി വരും ഈ മഴയത്താലേ. പിന്നെ നല്ല മഴ ചെയ്തിട്ട് തന്നെ പോവുകയാണെങ്കിൽ അത് നമ്മളെ ഭാഗ്യമാണ്. നമ്മളൊന്നത് ചെയ്യണം. നമ്മൾ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ഈ ഇടാതിരിക്കാൻ പ്രധാനമായിട്ട് കാരണം ഈ മഴ. പിന്നെ നമ്മൾ ഈ ആൾക്കാർക്ക് വലിയ സെറ്റപ്പ് കമ്പനിയാണ്, വൻ ലെവലാണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തിട്ട് ഇവിടെയാണ് ഈ മണ്ണച്ചാടിയിൽ പണിയെടുക്കുന്ന ആൾക്കാർ കാണൂലേ. അങ്ങനെ ഒരു ഇത് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ നല്ലൊരു കണ്ടീഷനാണ്, വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. മഴയില്ല, ഈ കളി ഇരുന്ന് എല്ലാം തവണ. ഇന്നലെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല താവരം. നമ്മളതേമാതിരി ഒരു ബായിൻ്റെ എന്താ ഇതിൽ ചവിട്ടിയിട്ട് മുറിയായി. അത് വേറെ പ്രകാരം കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പല വിഷയങ്ങളെയും ചളി ഉണ്ടാകുമ്പോൾ ഉണ്ടാകും. അത് വിശ്വസിച്ച് ചവിട്ടാൻ പാടില്ല. പണിക്കാരതുകൊണ്ട് സ്ലോ ആവും. അവരൊന്ന് മെല്ലെ പണിയെടുക്കണം. പേടിച്ചിട്ടാണ് ഒരു കുറ്റം പറയാൻ ചവിട്ടിയിട്ട് മുറി അയക്കണം. ഇന്നലെ ഓനുണ്ടോ ആ കളച്ചോണ്ടിരിക്കണവൻ്റെ കാലിൻ്റെ ഉള്ളിൽ മുറിയുണ്ട്. വലിയൊരു മുറിയാണ്. അത് കാണില്ല. പക്ഷെ ആള് സൂപ്പറാണ്. ആണ് ലീവാക്കൂ. കാലും മുറിഞ്ഞാലും ലീവാക്കൂല. പക്ഷെ മഴ കൊള്ളാൻ പറ്റില്ല. അത് വേറെ കഥ. കയ്യും കാലും പോയ രാസന്മാർ പണിയെടുക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. നമ്മൾ നാളെയും മറ്റെന്തെങ്കിലും എന്നാൽ ഇനി വീഡിയോ ഇടാതെ പറയില്ല. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പിറവത്ത് പോയിട്ട് വീഡിയോ ഇടാമെന്നാണ് പറഞ്ഞത്. അവിടെ ഞങ്ങൾ ചെന്നിരുന്നു. അവിടെ ഞങ്ങൾ 2-3 ദിവസം ചെയ്തു. പക്ഷേ അവിടെ വീഡിയോ എടുക്കാണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. പിന്നെ നമുക്ക് വെറുതെ അളവ് വെച്ചിട്ട് ചെയ്ത് പോരും തോന്നിട്ടുള്ളത്. അതിപ്പോൾ ഒരു വീഡിയോയിൽ പറയേണ്ട വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആ വിവരം പങ്കുവെക്കാൻ എന്തായാലും അടുത്ത പ്രാവശ്യം ഒരു ഇടയിലേക്ക് ആ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന കാണിക്കും. അപ്പോൾ കുറച്ച് അപ്ഡേറ്റ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. നമസ്കാരം, ബൈ.